നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ന്യൂ ബോൺ കെയർ ആണ്. അതായത് ന്യൂ ബോൺ ബാത്തിങ് കെയർ. നവജാത ശിശുക്കളെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ന്യൂ ബോൺ എന്ന് പറയുന്നത് ജനിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളൊക്കെ ആവുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ന്യൂ ബോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ കുളിപ്പിക്കുമ്പോൾ നമുക്ക് വളരെയധികം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, എല്ലാവരും ചോദിക്കുന്നത് കുഞ്ഞിന് എണ്ണ തേച്ച് കൊടുക്കാവോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ എണ്ണ തേച്ച് കൊടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ നമ്മൾ കുളിപ്പിക്കുന്നതിന് മുന്നേ കുഞ്ഞിന് എണ്ണ തേച്ച് കുളിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. കുളിപ്പിച്ചതിന് ശേഷം തലയിൽ എണ്ണ പൊത്തി വയ്ക്കുന്നത് കുഞ്ഞിന് നീർക്കെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മസാജിങ്. അപ്പം ഇവിടെ ഞാൻ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, SUTയിലുള്ളവർക്ക് ബേബി മസാജിങ് ഉണ്ട്. അപ്പോൾ ഈ എണ്ണ തേക്കുന്ന ടൈമിൽ നമുക്ക് ആ മസാജിങ് കൂടെ അങ്ങ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ കുളിപ്പിച്ചെടുക്കുക. അതായത് വിത്തിൻ 5 മിനിറ്റ്സ്, 5 മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യമൊക്കെ കുഞ്ഞിനെ കുളിപ്പിച്ചെടുക്കണം. പതുക്കെ ഗ്രാജുവലി നമുക്ക് കുഞ്ഞിനെ ആ ഒരു കുളിപ്പിക്കുന്നതിനുള്ള ടൈമിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കൂട്ടി വരാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞിനെ തുടയ്ക്കുന്ന ഉള്ള പ്രോസസ്സാണ്. അപ്പോൾ ഈ തുടയ്ക്കുക എന്ന് പറയുമ്പോൾ മിക്കവരും ചിലപ്പോൾ കുഞ്ഞിനെ വളരെ ഇതായിട്ട് റബ്ബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ സ്കിന്ന് നമുക്കറിയാം വളരെയധികം തിന്നാണ്, സോഫ്റ്റാണ്. സോ നമ്മൾ ഒരിക്കലും റബ്ബിങ് ചെയ്യരുത്. കോട്ടൺ തുണി വെച്ച് കുഞ്ഞിൻ്റെ ദേഹം നന്നായിട്ട് ഒപ്പിയെടുക്കുക. തലയായിരുന്നാലും ഒപ്പിയെടുക്കുക. പിന്നെ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന പ്രവണതയുണ്ട്, ഊതിക്കൊടുക്കുക എന്നുള്ള സംഭവം. അതായത് ചെവിയിൽ, മൂക്കിൽ, കുഞ്ഞിൻ്റെ പൊക്കിൽ, ഇവിടെയൊക്കെ ഊതിക്കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കാരണം നമ്മുടെ ചെവിയുടെ സൈഡിൽ അല്ലെങ്കിൽ മൂക്കിൻ്റെ ഇവിടെ ആയിരുന്നാലും ഒരു തുള്ളി വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഊതുകയാണെങ്കിൽ അത് അകത്തോട്ടാണ് പോകുന്നത്, പുറത്തോട്ടല്ല. സോ ഇതുപോലെ തന്നെ കോട്ടൺ തുണി വെച്ചിട്ട് ചെവി ആയിരുന്നാലും പൊക്കിലായിരുന്നാലും നന്നായിട്ട് ഒപ്പിയെടുക്കുക, തുടച്ചെടുക്കുക എന്നുള്ളത്. പിന്നെ ഉള്ളത്, കുഞ്ഞിൻ്റെ വായ് വൃത്തിയാക്കി നമുക്ക് കൊടുക്കാം. അതായത് പാലൊക്കെ കുടിച്ച് കഴിഞ്ഞ സമയത്ത് കുഞ്ഞിന് വായിൽ, അതായത് നാക്കിൽ പൂപ്പലുണ്ടാവും, വൈറ്റ് കളർ പൂപ്പൽ പോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമ്മുടെ കോട്ടൺ തുണി ഡിപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ വിരലിൽ, അമ്മയുടെ വിരലിൽ നന്നായിട്ട് ചുറ്റുക. കുഞ്ഞിൻ്റെ നാക്ക് നന്നായിട്ട് തുടച്ചെടുക്കുക. ഇത് ഡെയിലി 2 ടൈംസ് ചെയ്യുന്നതിൽ തെറ്റില്ല. അതുവഴി കുഞ്ഞിൻ്റെ നാക്കിലുള്ള പൂപ്പൽ, അതുപോലെ തന്നെ സ്മെല്ല്, പാലിൻ്റെ സ്മെല്ല്, ഇതൊന്നും ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഇല്ല. പിന്നീടുള്ളത് കുഞ്ഞിനെ ഒരുക്കുന്നതാണ്. ഈ ഒരുക്കുന്നതെന്ന് പറയുന്നത് പണ്ടത്തെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടാൽ അറിയാമായിരിക്കും, നന്നായിട്ട് കരി വരച്ചിട്ടുണ്ടാവും, അതുപോലെ ബ്യൂട്ടി സ്പോട്ട് ഉണ്ടാവും, പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, മൊത്തം പൗഡർ ആയിരിക്കും. അതായത് കഴുത്തിൽ, കൈയുടെ മടക്കിലൊക്കെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഈ കാജൽ, അതായത് കരി, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായിരുന്നാലും പുറത്തുനിന്ന് മേടിക്കുന്നതായിരുന്നാലും അതിൽ കെമിക്കലുണ്ട്, അതായത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ അത് കുഞ്ഞിൻ്റെ കണ്ണിൽ ചെല്ലുന്നത് വളരെയധികം ദോഷമാണ്. ചിലപ്പോൾ ഇൻഫെക്ഷൻ, നല്ല രീതിയിലുള്ള കണ്ണിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല, നമ്മൾ ഈ കരി എഴുതി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ബഡ്സ് വെച്ചിട്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ അമ്മമാരുടെ വിരൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ വിരലിൽ നഖമുണ്ടായിരുന്നാലും കുഞ്ഞിൻ്റെ കണ്ണിൽ കൊണ്ടു കഴിഞ്ഞാൽ അതും ഇൻഫെക്ഷൻ ആവും. മാത്രമല്ല, ബഡ്സ് ആയിരുന്നാലും അതിൻ്റെ ചെറിയ പൊടികളുണ്ട് ആ ബഡ്സിൽ, അതായിരുന്നാലും കുഞ്ഞിൻ്റെ കണ്ണിൽ ഇൻഫെക്ഷൻസ് ആക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഈ കരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പൗഡർ ഇട്ട് കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ മൊത്തം കുഞ്ഞ് നന്നായിട്ട് അത് മൊത്തത്തിൽ മൊത്തം ആക്കും. അപ്പോൾ അതുകൊണ്ടുകൂടി നമ്മൾ പൗഡർ ഇടും. പിന്നെ ഈ പാലിൻ്റെ സ്മെല്ല് മാറാനും വേണ്ടിയിട്ട്. അപ്പോൾ പാലിൻ്റെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, പൗഡർ ഇടണ്ട, വായ് നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കുക. ഈ പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ പൗഡർ ജസ്റ്റ് പഫ് വെച്ചിട്ടായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്തിരുന്നാലും നമ്മൾ ഈ തട്ടുന്ന സമയത്ത് പൊടി, ആ പൗഡറിൻ്റെ ഡസ്റ്റ് കുഞ്ഞിൻ്റെ മൂക്കിൽ കയറാനും അത് റെസ്പിറേഷനിൽ ബാധിക്കാനും വളരെയധികം ചാൻസസ് ഉണ്ട്. സോ കഴിവതും നിങ്ങൾ പൗഡറോ കരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ന്യൂ ബോൺ ബേബീസിന് ഇട്ട് കൊടുക്കാതിരിക്കുക. പിന്നീടുള്ളത്, ഇവർ യൂസ് ചെയ്യുന്ന വെസൽസ്, ക്ലോത്ത്സ്,
ഇതെല്ലാം നന്നായിട്ട് ഹൈജീനിക് ആയിരിക്കണം. ഈ പുതിയ ഡ്രസ്സസൊക്കെ കിട്ടുന്ന സമയത്ത് ഉടനെ തന്നെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കരുത്. ആ ഡ്രസ്സ് നമ്മൾ വാഷ് ചെയ്ത് വെയിലുണ്ടെന്നുണ്ടെങ്കിൽ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ കുഞ്ഞിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല കുഞ്ഞിൻ്റെ തുണികൾ തന്നെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കുക. അഥവാ വെയിലില്ല, നിങ്ങൾക്ക് മഴയാണ്, ഉണക്കാൻ പറ്റിയില്ല, അപ്പോൾ ആ വെള്ളം ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. വീട്ടിൽ തന്നെ വെച്ച് നന്നായിട്ട് അയൺ ചെയ്തെടുത്തതിന് ശേഷം മാത്രം കുഞ്ഞിന് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.